Good morning. Bye-bye. Hello guys. Good morning. ഇതൊരു വല്ലാത്ത വീടാണ് എന്നുള്ളത് ഇന്നലെ രാത്രി നമുക്ക് കിടക്കാൻ നേരത്തെ മനസ്സിലായത് കേട്ടോ. അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഇന്നലെ. ഏത് ഫ്ലോറിലാണ്, എവിടൊക്കെയാണ് റൂമുള്ളത്, എവിടൊക്കെയാണ് ബാത്റൂം ഉള്ളത്, എവിടൊക്കെയാണ് ടോയ്ലറ്റ് ഉള്ളത്, എത്ര ബെഡുണ്ട്, ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. വല്ലാത്തൊരു നിഗൂഢ അവസ്ഥയിലുള്ളൊരു വീട്. രാത്രി എന്നിട്ട് അമ്മു ചേച്ചിയും നീ ചേച്ചിയൊക്കെ പറഞ്ഞു തുടങ്ങി ഹോണ്ടഡ് ആണ് ഈ ഹൗസ് എന്നൊക്കെ. എൻ്റെ കാര്യം പറയണ്ട, എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊരു ബേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. താഴെ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് ഫുൾ ഇരുട്ട്. നമ്മളിങ്ങനെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണില്ലേ ഒരു പ്രത്യേക തരം ബേസ്മെൻറ്റ്, ഈ സൈക്കോ കില്ലേഴ്സിൻ്റെ ഒക്കെ വീട്ടിലുള്ള പോലത്തെ അങ്ങനത്തെ ഒരു ബേസ്മെൻ്റൊക്കെ. രസമുണ്ടായിരുന്നു സംഗതി മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്ര അധികം ആൾക്കാരുള്ളതുകൊണ്ടാണ് എനിക്ക് അത്ര അങ്ങോട്ട് കൊണ്ടില്ല അവരുടെ പേടിപ്പിക്കൽ. അപ്പോൾ എന്തായാലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1:30-2 മണിക്ക് ഉറങ്ങി. എന്നിട്ട് ഇപ്പോൾ ഒരു 9 മണി വരെ കിടന്നുറങ്ങി. നെയ്ത്തൻ, എങ്ങനെയുണ്ട് നെയ്ത്തൻ ഈ വീട്? അമ്മേനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇല്ല. ഏത് റൂമിലാന്നുള്ളത്? നെയ്ത്തൻ എണീറ്റപ്പോ തൊട്ടിട്ട് അമ്മു ചേച്ചി ഏത് റൂമിലാണ് കിടക്കണം നോക്കിക്കൊണ്ടിരിക്കുക. ഈ വീട്ടില് എത്ര ബെഡ്റൂം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും നെയ്ത്തന്? 8 ബെഡ്റൂം ആണോ? എത്ര ബെഡ്സ് ഉണ്ട്? വെരി ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? ഇന്നലെ വന്നപ്പോ തൊട്ടിട്ട് ഇവര് പറയായിരുന്നു ഈ വീട്ടില് 14 ബെഡ്സ് ആണോ? ആയിരിക്കും, അറിയില്ല. എല്ലാരും എണീറ്റോ? ഉള്ളൂ അല്ലേ? അപ്പൊ നൈഷ് എണീക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ പ്ലാൻ, പുറത്തൊരു തെർമൽ പൂളുണ്ട്, അതെല്ലാവരും കൂടെ പൊളിച്ച് ഉപയോഗിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കുക്ക് ചെയ്യുക. പിന്നെ രാത്രി ക്രിസ്മസ് മാർക്കറ്റിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. അതെന്താ അങ്ങനെ പറയണേ? അതെന്താ അങ്ങനെ പറയണേ? അപ്പോ വെൽക്കം. ഞാൻ കണ്ടായിരുന്നു. അർബിന് തന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ. അത് അർബിന് പോലും അറിയില്ല. ഇന്നലെ പല ആൾക്കാരും പല സമയത്തായിരുന്നു കേട്ടോ വന്ന് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലൊരു ഇല അണങ്ങി കഴിഞ്ഞാൽ ഞാൻ എണീക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ ബ്രഷൊക്കെ ചെയ്തൊന്ന് താഴെ പോട്ടെ. നമുക്ക് ഇവിടുന്ന് സ്റ്റേഴ്സിൻ്റെ അവിടെയുള്ള ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ഉള്ളൊരു ചെറിയ വ്യൂ ആണ്. എല്ലാവരും പൂളിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരു കാപ്പി കുടിച്ചതിന് ശേഷം പൂളിലിറങ്ങാൻ നോക്കാം. ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടായിരുന്നല്ലോ, പക്ഷേ ഒരക്ഷരം ഇതുവരെ പഠിച്ചിട്ടില്ല. ഇപ്പോഴും കയ്യും കാലിട്ടടിക്കാൻ അറിയുള്ളൂ. ആൾക്കാരെവിടെ? ഒരു മനുഷ്യനില്ലല്ലോ. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഇന്നലെ രാത്രി പ്രതുവും ഗീതും ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് റൂം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാനും വിഷ്ണു കിടന്ന റൂമിൽ തന്നെ 2 ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങോട്ട് അവർ എത്തിയില്ല, തപ്പിയിട്ട്. ഈ പുറത്ത് കാണുന്ന ആ ഒരു ക്ലോസ്ഡ് സ്പേസ് കണ്ടോ, അതാണ് തെർമൽ പൂള്. 29 ഡിഗ്രിയിലാണ് പൂള് വെള്ളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പോവാന്ന് പറഞ്ഞ് എല്ലാവരും ഓൾമോസ്റ്റ് അവിടെയാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാൻ അമ്മു ചേച്ചിനെയും ഗീതുവിനെയും കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്മു ചേച്ചിനെ അന്വേഷിച്ചവിടെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മു മിസ്സിങ് ആണെന്ന്. നെയ്ത്തൻ രാവിലെ തൊട്ട് നോക്കുക. എൻ്റെ അമ്മേനെ കണ്ടോ? ഇങ്ങനെ റൂം ഉള്ളത് അറിയണ പോലും ഉണ്ടായിരുന്നില്ല. പ്രതു, നമുക്ക് നീന്താൻ പോണ്ടേ? ഈ കൂട്ടത്തിൽ നീന്താൻ അറിയാത്തത് എനിക്കും പ്രതുവിനും അച്ചേച്ചിക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നീന്താൻ പോവാ. അപ്പൊ മുങ്ങുമ്പോ കുറച്ച് പൊങ്ങാൻ ആരോഗ്യം കിട്ടുമായിരിക്കും. അറിയോ, ഇത് മുന്നേ ഒരു അറവുശാലയായിരുന്നു. ബിൻചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബിൻചേട്ടാ മൗണ്ടൈൻ ബൈക്കിങ്ങിന് പോവാണല്ലേ? കിച്ചന്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. നമ്മൾ ഇന്ന് ശരിയാക്കി എടുക്കുന്നതാണ്. അതെ, ഈ പ്രതുവിനൊന്നും ഉറക്കല്ലേന്നോ? ഞാനൊരു 2 മണി ഒക്കെ ആകുമ്പോൾ പോയി കിടന്നിരിക്കുന്നു. പ്രതു 6:30 ഉറങ്ങിക്കുന്നു.
ഗീതുവിന് പക്ഷെ നല്ല ഉറക്കമുണ്ട്, നല്ല ഉറക്കം ആവശ്യമുള്ള ശരീരമാണ്. അതുകൊണ്ട് ഗീതു എണീറ്റ് പോയിട്ട് റൂമിൽ എവിടെയോ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. താങ്ക്സ് ബിൻചാട്ട്. എല്ലാവരും പൂളിൽ പോയിക്കുകയാണ്, ലാസ്റ്റാണ് ഞാൻ പോണത്. സത്യം പറഞ്ഞാൽ നമുക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് ഈ പൂളിൽ പോക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. ഞാനിപ്പോൾ പോകുന്നത് ഈ തവണ ഒന്ന് പോയി, ഇപ്പോൾ ദീപ ചേച്ചി, അമ്മു ചേച്ചിയും ദിബിൻ ചേട്ടനും ഒക്കെ ഇപ്പോഴാണ് കേട്ടോ അവർ സ്വിമ്മിങ് പഠിച്ചത്. അപ്പോൾ ഞാനാണെങ്കിൽ എത്ര പഠിച്ചിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്കൊരു പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതങ്ങോട്ട് ശരിയായി വരുന്നില്ല. ബഹളം കേൾക്കുന്നില്ലേ? പൊളിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ പോണതിൻ്റെ ഉദ്ദേശം എനിക്ക് നല്ലോണം എൻ്റെ സ്വിമ്മിങ് ക്ലാസ് നിർത്താനുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പോയിട്ട് ഇതൊരു മോട്ടിവേഷനെങ്കിലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 2 കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത് കിട്ടിയ സ്വിമ്മിങ് ക്ലാസ് അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള പൂളാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള പൂളാണ്. അപ്പോൾ തെർമൽ പൂളാണ്, കാരണം പുറത്തെ തണുപ്പും കാര്യങ്ങളും ഒന്നും എഫക്റ്റഡ് ആവരുതല്ലോ. അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ. ഇതൊരു അടിപൊളി സെറ്റപ്പായിരുന്നേ. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പൂൾ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഒറ്റയടിക്ക് എസ് പറഞ്ഞത്. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ തുടക്കത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരും കൂടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ഫ്യൂ സ്റ്റെപ്സ് ഞാൻ വിഷ്ണുവിൻ്റെ മുന്നിൽ കാണിച്ച് ഷെയറാക്കി കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും കാലുകൊണ്ട് തുഴയാനേ അറിയുള്ളൂ, കൈ എനിക്കിപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ എനിക്ക് അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപ ചേച്ചി ഇപ്പോൾ എയും ബിയും ഡിപ്ലോമ കഴിഞ്ഞു സ്വിമ്മിങ്ങിൽ. എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളാണ് ദീപ ചേച്ചി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദീപ ചേച്ചിയുടെ ഫ്യൂ സപ്പോർട്ട്സ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലോട്ടിങ് എത്രയോ കാലമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെള്ളത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നാണ് ഞാൻ ഫൈനലി അതൊന്ന് കുറച്ചെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ എൻ്റെ ചെരുപ്പ് ആരവിടുന്ന് കൊണ്ടുപോയി ഇത് കാലിൽ കുത്തി. തണുപ്പ്. വിഷ്ണു, നമുക്ക് ടവലില്ല, തനിക്കും ചെരുപ്പില്ല. ആരെങ്കിലും ഒന്ന് വഴിക്ക് വീഴാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കണ്ടോ, ഞാനൊക്കെ വെള്ളത്തൊന്നും ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുക. ഇതിനൊരു പോംവഴിയില്ല. ഓരോരോ തവണയും വീട് മുഴുവൻ തുടച്ചോണ്ടിരിക്കുക. വിഷ്ണുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. താഴെ എന്തൊക്കെയോ ചെറിയ കുക്കിംഗ് സീനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ കോണിന്ന് ആരെങ്കിലും വീണതാരറിയോ? ഈ ചേച്ചി ഒരു 5-6 സ്റ്റെപ്പ് മലന്നടിച്ച് അങ്ങോട്ട് വീണു. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എൻ്റെ ഒരു ചെരുപ്പേ കാണാനുള്ളൂ, മറ്റേ ചെരുപ്പ് ഷിബിൻ്റെ കയ്യിലാണെന്നാണ് പറഞ്ഞു കേട്ടത്. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതു, ഗുഡ് മോർണിംഗ്. ഇവിടെ ബിരിയാണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ചെറിയ ഗ്യാപ്പിൽ ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. ഇവിടെ കാര്യമായിട്ടുള്ള ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആരെയും കൂടെ ഇന്നലെ ഒന്ന് തെറ്റിയായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിലുള്ള ഈ ഒരു സംഗതി വെച്ചിട്ട് ഈ ഏരിയയിലുള്ള ഒരു പിള്ളേരെ അവൻ കളിക്കാൻ സമ്മതിക്കില്ല. അവരുടെ ബിൽഡിംഗ് ബ്ലോക്സും കാർഡ്സും ഒക്കെ അവൻ തട്ടിയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തമ്മിലൊന്ന് ചെറുതായിട്ട് ഉരസിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവനുള്ളതിൻ്റെ കലിപ്പിലാണ്. നീ ചേച്ചിയുടെ വകയുണ്ടോ നമുക്കൊന്ന് ബിരിയാണി? ചേച്ചി നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ചേച്ചിയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? ചേച്ചി ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് കുക്ക് ചെയ്യുക. ചേച്ചിയുടെ മുഖത്ത് ചേച്ചി കുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഭാവ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കില്ല. നമ്മളെല്ലാവരും കൂടെ ലഞ്ചിന് വേണ്ടിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വരുമ്പോഴൊക്കെ അത് ഡിന്നറാവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വിശപ്പടക്കിയത്. ചേച്ചി ഒറ്റയ്ക്കല്ല കേട്ടോ, ശ്രീകുട്ടനായിരുന്നു ഇന്ന് ചേച്ചിയുടെ മെയിൻ ഹെൽപ്പർ. പിന്നെ ചെറിയ ക്ലീനിങ് സഞ്ജേട്ടനും ഗീതുവും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ആരുടെയും ആവശ്യം അവിടെ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്ക് ടു എൻ്റെ വർക്ക്. പിള്ളേരെ കുറച്ച് എന്റർടൈൻ ചെയ്യുന്നേക്ക് വന്നു. പിന്നാലെ ഓടാനും ഒപ്പം കളിക്കാനുള്ള ഒരു ത്രാണി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഞാൻ പിടിച്ചിരുത്തി നമ്മൾ മെമ്മറി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവന്മാർക്കും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദീപ ചേച്ചിയാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പൂളിൽ നിന്ന് കയറിയത് കേട്ടോ. ദീപ ചേച്ചി ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകണോ വേണ്ടേ എന്നുള്ള മാരകമായിട്ടുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കുറേ ആൾക്കാർക്ക് പോകണം, കുറേ ആൾക്കാർക്ക് പോകണ്ട. കുറേ ആൾക്കാർ 20-25 കൊല്ലമായിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നവരാണ്. ഇനി എന്തിനാണ് ക്രിസ്മസ് മാർക്കറ്റ് കാണുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ചാൽ വരാൻ സ്കോപ്പുള്ള ആൾക്കാരെ നമ്മളെല്ലാവരും കുറച്ച് നിർബന്ധിച്ച് നോക്കി. പക്ഷേ ഗീതു എന്തായാലും ഒന്നും വരുന്നില്ല. നല്ല മഴയൊക്കെയാണ് പുറത്ത്. ക്രിസ്മസ് മാർക്കറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വയ്യ എന്നാണ് ഗീതു പറയുന്നത്. അങ്ങനെ ഫൈനലി മടിയുള്ളവരെയും മടിയില്ലാത്തവരെയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. ഗീതു ഒന്നും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നോ? ഇതൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണോ? എൻ്റെ അമ്മ ഡോറൊക്കെ അടവോ വരാം. ഞാൻ ഇവിടെ നിന്ന് അറിയാതെ പോലുമില്ല. വിഷ്ണു
ഞാൻ പോയി റെഡി ആയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അവസാനം ഉണ്ടോന്നും ഇല്ല എന്നും പറഞ്ഞവരെല്ലാവരും വരാമെന്ന് പറഞ്ഞു. നമുക്ക് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. കിട്ടിയോ? ജാക്കറ്റ് കിട്ടിയോ? എവിടുന്നാ? ഞങ്ങൾ ഈ ഷോട്ട് 3ാമത്തെ തവണ എടുക്കുന്നത്. 3 തവണ ഈ തവണ വരുന്നില്ല. ലെറ്റ്സ് ഗോ. പോവാ. വെറുപ്പ് പിടിച്ച് ക്രിസ്മസ് മാർക്കറ്റിൽ പോണ വേറൊരാള്. പോവാ. അങ്ങനെ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ബാഗോ? നമ്മുടെ ഈ സ്റ്റേന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുള്ള ഒരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഗീതും ഹിമിയും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു 4:15 ആയപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിക്കുകയാണ്. ഗീതും പിന്നെ ഹിമിയും വരുന്നില്ല, ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതെ പോയിട്ട് വരാം. എടോ, ഏത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാ പോണേ? ദീപേച്ചിനെ കാണാൻ മറ്റേ ചതിക്കാത്ത ചന്തൂല് സെലിംകുമാറിന്റെ ചായ. ഒരു കാര്യമില്ല, നല്ല മുടി കൊണ്ടിട്ട് കൊതിയായിട്ട് കേളി. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പിള്ളേർ ഏത് കാറിൽ കയറണം എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ കയറാൻ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് അവർ കാറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാറിൽ പ്രതു. ആരാണിത്? ശ്രീകുട്ടനുണ്ട്. സഞ്ജേട്ടന്റെ കസിനാണ് ശ്രീകുട്ടൻ. അപ്പൊ ശ്രീകുട്ടനുണ്ട്. പിന്നെ വിഷണു കിടന്ന് മല്ല് കിട്ടുന്നു. പിന്നെ ഞാനും ഉണ്ട്. അപ്പൊ പറപ്പിച്ചുവിട് പാപ്പ. നമ്മളങ്ങനെ ഇവിടെ ബെൽജിയം മാർക്കറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ബെൽജിയം മാർക്കറ്റിനെ പറയുന്നത് നമ്മൾ ഏത് സ്ഥലത്താ വന്നേ? എവിടെ നമ്മൾ എത്തിക്കണേ? ഒരു ലൊക്കേഷൻ അയച്ചെന്ന് അങ്ങോട്ടാണ് നമ്മൾ വന്നിരിക്കണം. ഞാൻ പറയാട്ടെ ഇത് ഏത് ടൗൺ ആണ് അല്ലെങ്കിൽ സിറ്റി ആണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ടായിരിക്കും. മഴയുണ്ട്, ഞാനതുകൊണ്ട് കുട എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. മഴയും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റും ഒരു വൃത്തികെട്ട കോമ്പിനേഷനാണ്. വിഷ്ണു കോഴിക്കോടിക്ക് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പോണ്ട ആവശ്യമില്ല, നേരെ കേട്ടോളൂ. നമ്മളങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫ്രാൻസിൽ വോഫിൾസോ ഇപ്പൊ വേണ്ട, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റിലല്ലേ കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നത്. കൊല്ലം നമ്മൾ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. നമുക്ക് അടുത്തുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റ് നമ്മുടെ സ്റ്റേയുടെ എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ വന്നേ. ചുണ്ടത്തൊക്കെ തണുത്തിട്ടേ പുഴുങ്ങി ഉരുളക്കിഴങ്ങ് എനിക്ക് രാവിലെ പൊട്ടറ്റോ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പ് കാരണേ ഒരു നമ്മുടെ മാർക്കറ്റിന്റെ സെന്റർ പോയിന്റിലായിട്ട് ചെറിയ ഒരു എന്താ പറയാ തീയൊക്കെ ഇട്ട് ആൾക്കാർ അതിന്റെ ചുറ്റും നിന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ പലപ്പോഴും പറയുമ്പോൾ എന്റെ ചുണ്ടിങ്ങനെ കോച്ചി പോകുന്നു. തീ കൂട്ടിട്ടവിടെ നമ്മൾ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും എവിടെയാ നോക്കുകയാണെ. എനിക്ക് ഇത്തവണ പെപ്പർ മിന്റ് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം. എല്ലാ ക്രിസ്മസ് മൂവി കാണുമ്പോഴും അതിൽ എല്ലാവരും കുടിക്കുന്ന സാധനമാണ് പെപ്പർ മിന്റ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ അതിവിടെ കിട്ടുമോ നോക്കാം. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ. അധികം ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ട് കുടിക്കാറുള്ളത് ഗ്ലൂ വൈനാണ്. നമ്മൾ കുറച്ച് ചൂടാക്കി കുടിക്കുന്ന വൈനില്ലേ, അതിൽ താല്പര്യമുള്ളവർക്ക് റമ്മോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷെ ഇത്തവണ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പെപ്പർ മിന്റ് ഹോട്ട് ചോക്ലേറ്റിലാണ്. ഗ്ലൂ വൈൻ ചോക്ലേറ്റ് ബോറടിച്ച പോലെയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ക്രിസ്മസ് മാർക്കറ്റാണ്. അധികം ദൂരവും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ചെറിയൊരു സ്ഥലത്തുള്ള കുറേ ഇങ്ങനെ ഹട്ട് പോലെയുള്ള ഒരു കുട്ടി ക്രിസ്മസ് മാർക്കറ്റ്. പക്ഷേ ഇവിടെ ഒരുപാട് ഫുഡ് ഓപ്ഷൻസും അതേപോലെ തന്നെ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടി റൈഡ്സും ഒന്നുമില്ല. അവർ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് റൈഡ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു കുട്ടി ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. നമ്മളെല്ലാവരും കുറച്ച് ഹാപ്പി ആയിരുന്നു. പക്ഷെ അമ്മു ചേച്ചിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മു ചേച്ചി കുറച്ചും കൂടെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ വന്നതായിരുന്നു. അത്രയ്ക്കൊന്നും ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. എന്നെ കളഞ്ഞിട്ട് അന്വേഷിച്ചു വന്ന പ്രതു. ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ചെസ്റ്റ്നട്ട്സ് ചുട്ടത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണത്. നമ്മുടെ ഒരു ചക്കക്കുരു അല്ലെങ്കിൽ ഒരു കശുവണ്ടിയൊക്കെ ഒരു ചുട്ട ടേസ്റ്റ്. ആ കനലിലൊക്കെ കടന്ന് ചുട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടി തണുപ്പത്ത് അതെനിക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. എല്ലാവരും അവർക്ക് താല്പര്യമുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് സമയമാണ് ഇപ്പോൾ ഇത്. അതായത് എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു പോയിന്റിൽ വന്നിട്ട് അതെല്ലാം കൂടെ ഷെയർ ചെയ്ത് ടേസ്റ്റ് നോക്കി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഫുഡും നമ്മൾ വയറ് നിറയാൻ മാത്രം കഴിക്കുകയൊന്നുമില്ല. പക്ഷെ എന്നാലും കുറേ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരിക്കും. പിന്നെ ജസ്റ്റ് ഫുഡ് മാത്രമല്ല, ആ ഒരു ടൈമും നല്ല രസമല്ലേ. നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് തണുപ്പത്ത് നിന്ന് ഒരു ഗ്ലൂ വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഒരു പ്രത്യേക രസമാണ്.
ഈ ഫയർ പ്ലേസ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാനും ആയിരിക്കും കേട്ടോ. നമ്മളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നേരെ ഇരുന്നത്. പക്ഷേ ആ ഇരിക്കാനുള്ള സാധനം കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. പിള്ളേരൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, താഴെ വീഴാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. ഞാനും അച്ചേച്ചിയും കൂടെ ഒരു ചെറിയ റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ ക്രിസ്മസ് മാർക്കറ്റാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. എല്ലാ സ്റ്റോളും ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലെ വെച്ചിട്ട്. ഇവിടെ പക്ഷെ പിള്ളേർക്കുള്ള റൈഡ്സും കാര്യങ്ങളൊന്നുമില്ല. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു റൈഡ്സ് ഇല്ലേന്ന്, പക്ഷെ അത്രയ്ക്ക് വലുതല്ല. ഇതാ ചോക്ലേറ്റ്. ഫുഡ് മാത്രമല്ല, ഇവിടെ നമുക്കിങ്ങനെ ജ്വല്ലറി, സ്കാർഫ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതൊരു ജ്വല്ലറിയുടെ ഒരു ചെറിയ സ്റ്റോളാണ്. എല്ലാം ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ആണ്. ഒരു ബ്രേസ്ലെറ്റിന് 50 യൂറോൻ്റെ അടുത്തൊക്കെ റേറ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൈറ്റ് ബ്രെഡിൻ്റെ അകത്ത് നല്ല ചീസും പിന്നെ മീറ്റിൻ്റെ ഷീറ്റും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. പിന്നെ കുക്കീസ്, ബ്രൗണീസ്, ചോക്ലേറ്റ്, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ടായിരുന്നേ. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ കയ്യിൽ പൈസ വെക്കാൻ മറക്കരുത്, കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് കാർഡ് പേയ്മെന്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ. ഇതൊന്നുമില്ല, നമ്മുടെ മൈദ ദോശയുടെ അകത്ത് ന്യൂട്ടെല്ല വെച്ചിട്ടുള്ളത്. ഇത് ആ ചൂടിൽ കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മുറിക്കാനും കഴിക്കാനും ഒക്കെ ടഫാണ്. പക്ഷെ മൊത്തത്തിൽ ആ ഒരു തണുപ്പത്തൊക്കെ നിന്ന് കഴിക്കുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ കുറച്ചധികം അന്വേഷിച്ച് നമ്മളിവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു കട കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ പെപ്പർമിൻറ്റ് ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയില്ല. കിട്ടിയ ഹോട്ട് ചോക്ലേറ്റ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പിള്ളേർക്കും ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർക്കുള്ള കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടുന്ന് മെല്ലെ വിടുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഹോട്ട് ചോക്ലേറ്റ് പിള്ളേരുടെ ഒപ്പം കുടിക്കുന്ന രണ്ട് ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഞാനും ദീപ ചേച്ചിയാണ്. പക്ഷേ ദീപ ചേച്ചിക്ക് ഇങ്ങനത്തെ ഹോട്ട് ചോക്ലേറ്റ് അല്ല, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഇല്ലേ, അതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ കുറച്ചിങ്ങനെ ലൈറ്റായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നമ്മളെല്ലാവരും വേണ്ടത്ര ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. വീഡിയോ എടുക്കുകയാണ്. ചേച്ചിയും ഫറൂഖും വരുന്ന വഴിക്ക് കാറിൻ്റെ ചാർജിന് കുറച്ച് പ്രശ്നമായിട്ട് അവർ രണ്ടുപേരും മാർക്കറ്റിലോട്ട് വന്നില്ല കേട്ടോ. നമ്മൾ പിള്ളേരെ അവരുടെ കാറിൽ നിന്ന് പിക്ക് ചെയ്തു, എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ മാർക്കറ്റിലോട്ട് വന്നു. അല്ലെങ്കിലും ചേച്ചിക്കും ഫറൂഖിനും വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെയെങ്കിലും സ്കൂട്ടർ അടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ കാറൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ടാണ് പോയത്. കാരണം നാളെ രാവിലെ ഇനി നേരത്തെ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ വീട്ടിലോട്ട് വല്ല പരേഡിന് പോയതുപോലെയാണ്. ഫസ്റ്റ് ദിപിൻ ചേട്ടൻ, സെക്കൻഡ് റേറ്റ് ചേട്ടൻ, വിഷ്ണു തേർഡ്. വിഷ്ണുടെ ഡ്രൈവിംഗ് അത്താ പോരല്ലേ ശിവ്? ജിമ്മ് പോണം. വിഷ്ണു സ്ട്രോങ് അല്ല അല്ലേ? അച്ഛന്റെ കാറ് കയറിയാൽ മതിയായിരുന്നു. നിന്റെ അച്ഛൻ ഫുട്ബോൾ കളിക്കുന്നത് നീ എപ്പോഴാണ് കണ്ടിരിക്കുന്നത്? കളിക്കാറുണ്ടോ? എന്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആണ്. തിരിച്ച് നമ്മൾ എത്തിയപ്പോക്ക് ചേച്ചി ഇതേ ചിക്കൻ്റെ ഗ്രേവി എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 16-17 പേർക്കുള്ള ബിരിയാണിയാണ്. പക്ഷെ കണ്ടിട്ട് നമുക്ക് നാളത്തേക്കും കൂടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മാർക്കറ്റിലൊക്കെ പോയി വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണത്തിലായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് ആണ് അൻഷിഫി റോസ് എവിടെയെന്നുള്ളത് കേട്ടോ. അൻഷിഫയ്ക്ക് നോർവേന്നും ജർമ്മനിയിൽ നിന്നും അവരുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അൻഷിഫ ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ റോസ് ഈ ഒരു ഡിസംബറിലും ജാനുവരിയിലും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് റോസും ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ അവർ രണ്ടുപേരും ഞാനും ദീപ ചേച്ചിയും ഗീതുവിനോടാണ് കുറച്ചും കൂടെ ക്ലോസ്. എല്ലാവരുടെ അടുത്തും അത്ര മിങ്കിൾ ചെയ്യാനുള്ള ഒരു ടൈം അവർക്കും ഇവർക്കും കിട്ടിയിട്ടില്ല. ഇതൊക്കെ കുറച്ച് ടൈം എടുത്ത് ബിൽഡ് ചെയ്ത് വരുന്ന റിലേഷൻഷിപ്സ് അല്ലേ. മീനവിയൽ ചേച്ചി ദേ ഇവിടെ ചിക്കൻ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ന് രാത്രിക്ക് മാത്രം കഴിക്കാനല്ല, നാളെ നമുക്ക് ലഞ്ചിന് വേണ്ടി കൊണ്ടുപോകാൻ മാത്രം കൂടെ ഉണ്ട്. ഈ ഒരു ചെമ്പല്ലാതെ ഒരു ചെമ്പും കൂടെ ബിരിയാണി അകത്തിരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിപൊളി കുക്കാണ് കേട്ടോ. പക്ഷെ എപ്പോഴും ഒന്നും ചേച്ചിയുടെ അങ്ങനെ ബിരിയാണി വെക്കാനൊന്നും നമുക്ക് കിട്ടാറില്ല. വല്ലപ്പോഴാണ് ചേച്ചി അതിന് ഓക്കെ പറയുള്ളൂ. അങ്ങനെ ഓക്കെ പറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ ഇവിടെ വന്ന് ഇവരെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഇവരുടെ ശാന്തി എന്ന് പറഞ്ഞ സ്കില്ലിലാണ് ആദ്യം ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ആരും ഒരാളെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കാറില്ല. ഒരു കാര്യം ചെയ്തില്ലെങ്കിലും ചെയ്താലും കംപ്ലയിൻസ് ഇല്ല. അതായത് കുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ, ക്ലീൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ ചെയ്യാം. ഇനി രണ്ടും ചെയ്യാൻ തോന്നുന്നില്ലേ, വെറുതെ ഇരിക്കണം, വെറുതെ ഇരിക്കാം. ഇന്ന് നീ അത് ചെയ്തു, ഇന്ന് നീ ഇത്
ചെയ്തില്ല, അങ്ങനത്തെ ഒരു വർത്താനം ഇവിടെയുള്ള ഒരാളും ഈ ഒരു 6 കൊല്ലം പറയുന്നതോ അല്ലെങ്കിൽ അത് ഹിന്ദിയിൽ എന്തെങ്കിലും പറയുന്നോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അത് ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഒരു ദിവസം ഇരിക്കാൻ തോന്നുന്നത്, അങ്ങനെ നമ്മുടെ എല്ലാ ഇമോഷൻസും വെച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാവരും. ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ചേ നിങ്ങൾ എന്നെ കാണുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഫോണിൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി മറന്നു. ഞാൻ തന്നെയാണ് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഫ്രണ്ടിൽ വരാനുള്ളൊരു നിർവാഹമില്ലല്ലോ. പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ അവരോട് വീഡിയോ എടുത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നൊരു മോശമല്ലേ. അങ്ങനെ ഫുഡിനൊക്കെ ശേഷം എല്ലാവരും ക്ലീനിങ്ങിലോട്ട് കടന്നു. നാളെ രാവിലെ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു 1.5 മണിക്കൂർ എല്ലാവരും കൂടെ ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഒക്കെ ഏകദേശം തീരും. കിച്ചൺ നോക്കുന്നത് ഗീതുവും അച്ചേച്ചിയും സഞ്ചേട്ടനും പ്രതുവും കൂടെയാണ്. ബാക്കി പിള്ളേരെ പരത്തിയ ടോയ്സും കാര്യങ്ങളൊക്കെ ഞാനും ദീപ ചേച്ചിയും അമ്മു ചേച്ചിയും ദിബിൻ ചേട്ടനും കൂടെയൊക്കെ ക്ലീൻ ചെയ്യാണ്. പിന്നെ ചേച്ചിക്ക് ഇന്ന് ടാസ്ക് ഒന്നുമില്ല കേട്ടോ. ചേച്ചി ആവശ്യത്തിലേറെ പണിയൊന്നും എടുത്തിട്ടുണ്ട്. ജോലി എടുത്ത് ക്ഷീണിച്ച് ചേച്ചി സമാധാനപരമായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കുന്നൊക്കെ എൻജോയ് ചെയ്ത് ഇപ്പൊ റിലാക്സ് ചെയ്യണല്ലേ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക്ലീനിങ് നല്ലൊരു പണിയായിരിക്കും എന്നാണ് കേട്ടോ. കാരണം ഈ കാണുന്ന ഒരു 3-4 നില നമ്മൾ അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ലീനിങ് വളരെ പെട്ടെന്ന് തീർന്നു. അതൊട്ടും വലിയൊരു പണിയായിരുന്നില്ല. ഇവിടെയൊക്കെ പരന്ന് കിടന്നിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ ഏത് രീതിയിൽ അതൊക്കെ എടുത്തു നോക്കൂ. അപ്പോൾ അതിനൊക്കെ ശേഷം രാത്രി എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് ദംഷ്രാറ്റ്സ് കളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തീരെ ഈ ഇൻഡോർ ഗെയിംസിൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിരുന്ന് ഇവർ ദംഷ്രാറ്റ്സ് കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൽക്കാലം നമ്മുടെ ഈ ഒരു സ്റ്റേ ഇവിടെ തീരുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. നമ്മൾ നാളത്തെ ഒരു ദിവസം കൂടെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ.